എൻ്റെ പുറകിൽ കാണുന്ന സ്കോട്ട്ലൻഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്റ്റെർലിംഗ് കാസിലാണ്. ഇന്ന് വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നല്ലൊരു സമ്മർ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് യൂണിക്കോൺ ഇവന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സ്റ്റെർലിംഗ് കാസിലിന്റെ വിസിറ്റ്. ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവർ തീർച്ചയായിട്ടും ഹിസ്റ്റോറിക് സ്കോട്ട്ലൻഡിന്റെ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഇയർലി ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിലെ എല്ലാ കാസിൽസും പാലസും അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. സ്റ്റെർലിംഗ് കാസലിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. എന്നാലും അത് നമ്മൾ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോകണം. നമ്മൾ ആ ഒരു രാജ്യത്ത്, നമ്മൾ സ്കോട്ട്ലൻഡ് പോലെയുള്ള ഒരു രാജ്യത്തൊക്കെ ജീവിക്കുമ്പോൾ അവിടുത്തെ ഹിസ്റ്ററിയും അവരുടെ കൾച്ചറും ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. എന്നാലേ നമുക്ക് നന്നായിട്ട് മെർജ് ചെയ്ത് ഇവരുടെ കൂടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നോളജ് വർദ്ധിപ്പിക്കാനും നമ്മൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവരുടെ കൾച്ചറും അവരുടെ ഹിസ്റ്ററിയും ഒക്കെ അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓൾഡൻ ഡേയ്സിലായിരിക്കും, നമ്മൾ നമ്മുടെ ഒരു വേൾഡിൽ തന്നെ ജീവിച്ചു പോകും. നമ്മൾ ലോകം എന്താണെന്ന് അറിയാതെ പോകും. അപ്പം ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് കാണണം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡ് എന്ന രാജ്യം അതിൽ വഹിച്ചിരിക്കുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു വൈകാരികമായ സംഭവമാണ് ഗ്രേറ്റ് ബ്രിട്ടനിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഏകദേശം 1110 കിങ് അലക്സാണ്ടർ ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത സ്കോട്ട്ലൻഡിലെ ഗ്രേറ്റസ്റ്റ് സ്റ്റോൺ കാസിലായ സ്റ്റെർലിംഗ് കാസിൽ ഒരു വോൾക്കാനിക് ക്രാഗിന്റെ മുകളിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സ്കോട്ട്ലൻഡിന്റെ ബെസ്റ്റ് ഡിഫൻസീവ് കാസിലും കൂടിയാണ് സ്റ്റെർലിംഗ് കാസിൽ. സ്റ്റെർലിംഗ് കാസിൽ അറിയപ്പെടുന്ന ഹൈലാൻഡിലേക്കുള്ള ഗേറ്റ് വേ എന്നാണ്. അതുപോലെ തന്നെ താഴെ ലോലാൻഡും റിവർ ഫോർത്തും നമുക്ക് കാണാം. സ്കോട്ടിഷ് ഹിസ്റ്ററിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കിങ് റോബർട്ട് ദ ബ്രൂസ് 1314 നടന്ന സ്കോട്ടിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ ബാറ്റിൽ ഓഫ് ബാനക്ബൺ എഡ്വേർഡ് സെക്കൻഡിന്റെ 20,000 വരുന്ന ഇംഗ്ലീഷ് ആർമിയെ വെറും 7,000 സ്കോട്ടിഷ് ആർമി കൊണ്ട് പരാജയപ്പെടുത്തി സ്കോട്ട്ലൻഡിന്റെ ഇൻഡിപെൻഡൻസ് തിരിച്ചു പിടിച്ച കിങ് റോബർട്ട് ദ ബ്രൂസിന് തൊട്ടു മുമ്പ് സ്കോട്ട്ലൻഡിൽ ഒരു നാഷണൽ ഹീറോ ഉണ്ടായിരുന്നു, വില്യം വോലസ്. 1297 നടന്ന ബാറ്റിൽ ഓഫ് സ്റ്റിർലിംഗ് ബ്രിഡ്ജ് എന്ന ബ്ലഡി ബാറ്റിലിൽ സ്കോട്ട്ലൻഡിന് വിജയം നേടിക്കൊടുത്ത ഒരു നാഷണൽ ഹീറോ. കാസലിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആർമി മെമ്മോറിയൽ വെച്ചിട്ടുണ്ട്. ഹൈലാൻഡിലെ ആർഗെയിൽ സദർലാൻഡ് റെജിമെന്റിലെ വാർ ഹീറോസിന് വേണ്ടിയുള്ള ഒരു മെമ്മോറിയലാണ്. ഈ കാസിലിനുള്ളിൽ തന്നെ ഇവർക്ക് ഒരു അടിപൊളി ഒരു മ്യൂസിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീനൊക്കെ അങ്ങ് മാറിയെന്ന് പറയുന്ന പോലെ 13th സെഞ്ചുറിയുടെ പകുതി മുതൽ 17th സെഞ്ചുറി വരെയുള്ള കാലഘട്ടമായിരുന്നു സ്റ്റെർലിംഗ് കാസിലിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസും പുതിയ ബിൽഡിങ്സും ഒക്കെ ആയത്. ഈ കാലഘട്ടത്തിലാണ് സ്റ്റുവർട്ട് മോണാക്സിന്റെ ഭരണം സ്കോട്ട്ലൻഡിൽ വന്നത്. കിങ് ജെയിംസ് 6 16th സെഞ്ചുറിയിൽ ഇംഗ്ലീഷ് ത്രോണിനും കൂടി അവകാശിയായി. അങ്ങനെ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് 16th സെഞ്ചുറിയും പോയത്. ഫസ്റ്റ് സ്കോട്ടിഷ് ക്വീൻ ആയിരുന്ന മേരി ക്വീൻ ഓഫ് സ്കോട്ടിന്റെ കിരീടധാരണം നടന്നതും സ്റ്റെർലിംഗ് കാസിലിൽ വെച്ചാണ്. സ്റ്റുവർട്ട് മോണാക്സിന്റെ പവർ സ്ട്രഗിളും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും മർഡറും വിച്ച് ഹണ്ടും ബ്ലഡി ബാറ്റിൽസിന്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി തരുന്ന കാസിലാണ് സ്റ്റെർലിംഗ് കാസിൽ. കാസിലിന് 3 മെയിൻ എൻക്ലോഷറും 4 ബിൽഡിങ്സുമാണ് ഉള്ളത്. സ്കോട്ട്ലൻഡിന്റെ എനിമീസിന് സ്കോട്ട്ലൻഡ് കൈയടക്കണമെങ്കിൽ സ്റ്റെർലിംഗ് കാസിൽ ക്യാപ്ചർ ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്റ്റുവർട്ട് മോണാക്സ് ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തി ഇതിന്റെ ഡിഫൻസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തിരുന്നു. കാസിലിന്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് 3 മെയിൻ എൻക്ലോഷറും 4 മെയിൻ ബിൽഡിങ്സുമാണ്. കിങ്സ് ഓൾഡ് ബിൽഡിങ്ങും ഗ്രേറ്റ് ഹോളും ബിൽറ്റ് ചെയ്തത് കിങ് ജെയിംസ് ദ 4th ആണ്. റോയൽ പാലസ് ബിൽറ്റ് ചെയ്തത് കിങ് ജെയിംസ് ദ 5th ആണ്. റോയൽ ചാപ്പൽ ബിൽറ്റ് ചെയ്തത് കിങ് ജെയിംസ് ദ 6th ആണ്. കിങ് ജെയിംസ് ദ 4th നമ്മളാരും വിചാരിക്കുന്ന ടീമല്ല. അദ്ദേഹത്തിന് ഒരു സ്കോട്ടിഷ് റെബൽ ആർമി ഉണ്ടായിരുന്നു. സ്വന്തം ഫാദറായ കിങ് ജെയിംസ് ദ 3rd ഒരു ബാറ്റിലിൽ കൊല്ലപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം സ്കോട്ടിഷ് കിങ് ആയത്. ജെയിംസ് ദ 4th ഫാദറിനോടുള്ള റെസ്പെക്റ്റിന് ഒരു കുറവും കാണിച്ചില്ല. ജെയിംസ് ദ 3rd ഡെഡ് ബോഡി അദ്ദേഹം കാസിലിന് തൊട്ടടുത്തുള്ള ചാപ്പലിലെ ഗ്രേവ് യാർഡിൽ പ്രോപ്പറായിട്ട് തന്നെ ബെറി ചെയ്തു. സ്റ്റുവർട്ട് മോണാക്സിന് ഇംഗ്ലീഷ് കിങ്ങുമായിട്ട് കൂടുതലും സൗഹൃദം സ്ഥാപിച്ച് യൂണിയൻ ആകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ബന്ധം വഷളാക്കാനും താല്പര്യമില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ കിങ് ജെയിംസ് ദ 4th വളരെ ക്ലെവറായിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. ഇംഗ്ലീഷ് കിങ് ആയിരുന്ന ഹെൻറി ദി 8th സിസ്റ്ററിനെ മാരേജ് ചെയ്ത് ഒരു ന്യൂട്രൽ റിലേഷൻഷിപ്പ് അദ്ദേഹം അങ്ങനെ സ്ഥാപിച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ ഡീപ്പസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മൊത്തവും ഫ്രഞ്ച് കിങ്സുമായിട്ടായിരുന്നു. റിവർ ഫോർത്തിനടുത്ത് ജെയിംസ് ദ 4th ഒരു വലിയ നേവൽ ഡോക്യാർഡ് തന്നെ ഉണ്ടായിരുന്നു, ഫ്രാൻസുമായി ചേർന്ന് നിർമ്മിച്ചത്. അദ്ദേഹത്തിന് ഒരു സ്ട്രോങ്ങസ്റ്റ് നേവി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഏൻഷ്യന്റ് സ്കോട്ടിഷ് കൾച്ചറിന്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ തന്നെയായിരുന്നു സ്റ്റെർലിംഗ് കാസിലിൽ നിന്ന്. എല്ലാ സെറ്റപ്പും ഇവരിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാസിലിനുള്ളിലേക്ക് പോകാം, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നിങ്ങളിൽ പലരും കാസിൽസും പാലസും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും.
എല്ലാത്തിനും ഒരേവിധം സ്ട്രക്ചറുകളൊക്കെ തന്നെ ആയിരിക്കും. സ്നൈപ്പർ ഗണ്ണുകളും അതുപോലെ തന്നെ ആർച്ചേഴ്സിനുള്ള പ്രത്യേക ഏരിയ ഇതൊക്കെ ആയിരിക്കും മിക്ക കാസിലുകളിലും ഉള്ളത്. കാസിലിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു വലിയ സെമിട്രി തന്നെ കാണാം. യുദ്ധം എന്ന് പറയുന്ന സംഭവം എപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ തരാറുള്ളൂ. അപ്പം വാർ ഹീറോസിൻ്റെ ഒക്കെ ബോഡി അവർ അവിടെ തന്നെയാണ് ബെറി ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചു നേരം കലിപ്പ് സീനിൽ നിന്നൊക്കെ മാറി ഇവരുടെ ആക്സസ് ഗാലറി ഒന്ന് കണ്ടാലോ. പഴയ കാലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ആ സമയങ്ങളിൽ എങ്ങനെയായിരുന്നു ഇവർ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്തിരുന്നതെന്നുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ എന്താ പറയുന്നത്, വളരെ സിസ്റ്റമാറ്റിക്കലിയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മെറ്റീരിയൽസും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യും. ഇതൊക്കെ കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ്. എന്ത് പറഞ്ഞാലും എവിടെ പോയാലും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും സാധനങ്ങൾ തീർച്ചയായിട്ടും കാണും. അപ്പം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ ഗാലറിയിലേക്ക് വരുമ്പോൾ റോയൽ റെസിഡൻസിൻ്റെ പിക്ചറും അവരുടെ ഫാമിലി ട്രീയും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ടൂഡർ ലൈനിലുള്ള മോണാക്സിൻ്റെയും സ്റ്റുവർട്ട് മോണാക്സിൻ്റെയും ഫാമിലി ട്രീയും അവരുടെ പിക്ചറും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെർലിംഗ് ഹെഡ് കണ്ടാലോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം നേരിട്ട് കാണുന്നത്. ഇതൊരു അടിപൊളി സംഭവമാണ്. കിങ്ങിൻ്റെ പ്രസൻസ് ചേംബറിലെ സീലിംഗ് ഇതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റോമൻ എംപറേഴ്സ്, ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ്, കിങ് എന്നിവരുടെയൊക്കെ രൂപങ്ങൾ കൊത്തിയെടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അതിനെയാണ് സ്റ്റെർലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഗാലറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ ഒരു വ്യൂവിലേക്കാണ് പോണത്. ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് ഇവർ സ്നൈപ്പർ ഗണ്ണും ആർച്ചേഴ്സും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ബാറ്റിലിന് മുമ്പ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെർലിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും. സ്റ്റെർലിംഗ് സ്കോട്ട്ലൻഡിലെ വളരെ മനോഹരമായ ശാന്തസുന്ദരമായ സെറ്റിലാകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ സ്റ്റെർലിങ്ങിൽ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെർലിംഗ്. ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. വളരെ റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി നമുക്ക് ഗാർഡനിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫുട്ബോൾ കാണണമെങ്കിൽ കണ്ടോ, ഇതാണ്. ഇത് ലെതർ കൊണ്ട് ഉണ്ടാക്കി പിഗിൻ്റെ ബ്ലാഡറാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇത് കാസിലെ ചേംബറിൽ നിന്നും കിട്ടിയതാണ്. കാസിലെ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്നു ഇത്. സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ ആനിമലായ യൂണിക്കോണാണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം കൊടുത്തൊരു ദിവസമായിരുന്നു ഇത്. യൂണിക്കോൺ എന്ന് പറയുന്നത് കെൽറ്റിക് കൾച്ചറിലെ ഒരു മിത്തിക്കൽ ക്രീച്ചറാണ്, ഒരു സ്ട്രോങ്ങസ്റ്റ് ആനിമലാണ്. യൂണിക്കോണിൻ്റെ ഹെഡിൽ ഒരു മാജിക്കൽ സ്പൈറൽ ഹോൺ ഉണ്ട്. സൈബീരിയൻ യൂണിക്കോൺ എന്ന് പറയുന്ന ഏകദേശം ഇതിനോട് സാദൃശ്യമുള്ള ഒരു ആനിമൽ പണ്ട് ഉണ്ടായിരുന്നുള്ളതിന് കുറേയൊക്കെ എവിഡൻസ് ഉണ്ട്. സ്കോട്ട്ലൻഡിൻ്റെ കോട്ട് ഓഫ് ആംസിൽ യൂണിക്കോൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയോ. റൈറ്റ് സൈഡിൽ ഒരു യൂണിക്കോൺ ആണ്, ലെഫ്റ്റ് സൈഡിൽ ഒരു ഇംഗ്ലീഷ് ലൈനുമാണ് ഉള്ളത്. ഈ കാലഘട്ടത്തിലെ യൂണിക്കോൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ യൂണിക്കോൺ കഫേയിലേക്ക് പോവുകയാണ്. വളരെ സെറ്റപ്പായിട്ടുള്ള ഒരു കഫേയാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഫ്രഷ്ലി മെയ്ഡ് ഫുഡാണ്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, മനുഷ്യൻ്റെ കംഫർട്ടിനും ഹൈജീനിനുമാണ് ഇവർ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്, എന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല നീറ്റാണ് ഇവിടെ. കാസിൽ വിസിറ്റിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സംഭവമാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ദ ഗ്രേറ്റ് കിച്ചൺസ് വിസിറ്റ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണാണ്. ഇതൊരു സംഭവം തന്നെയാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല, നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. എന്ത് സെറ്റപ്പാണെന്നറിയോ. മെഡീവൽ പീരീഡിലെ ഏറ്റവും ബെസ്റ്റ് കിച്ചൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്നത്തെ കിച്ചൻ്റെ ആ ഒരു ഒത്തൻറ്റിസിറ്റി നിലനിർത്തി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നത്തെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് ഒരുപാട് തണുപ്പുള്ള ഒരു രാജ്യമായിരുന്നു. അപ്പം ഒരുപാട് എനർജി വേണ്ട ഒരു അവസ്ഥയിലാണ് ആളുകൾ ജീവിച്ചിരുന്നത്. അപ്പം സോൾജേഴ്സൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവർക്കെല്ലാം ഫ്രഷ് ഫുഡ് തന്നെയാണ്. പിന്നത്തെ വിസ്കി ബാരൽ കണ്ടല്ലോ, ഇത് നമുക്ക് സ്കോട്ട്ലൻഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പം അതൊക്കെ അതുപോലെ അവിടെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫുഡ് കുക്ക് ചെയ്തിരുന്നത്, ബോയിലിങ്ങും റോസ്റ്റിങ്ങും ആയിരുന്നു മെയിനായിട്ടുള്ള കുക്കിംഗ് മെത്തേഡ്. കിച്ചണിൽ ഭയങ്കര ഹൈജീനായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കാരണം ഫുഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് രാജാവ് മിക്കവാറും ആളുടെ തല തന്നെ വെട്ടിയെടുക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചാണ് ഇവർ ചെയ്തിരുന്നത്. അതിൻ്റെയൊക്കെ ഓരോന്നിനും ഓരോ അറേഞ്ച്മെൻ്റാണ്. മീറ്റ് കുക്ക് ചെയ്യാനൊരു സ്ഥലം, വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനൊരു സ്ഥലം, ഫിഷ് കുക്ക് ചെയ്യാനൊരു സ്ഥലം, അങ്ങനെ എല്ലാം സെറ്റായിട്ട് മാറ്റി മാറ്റി വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ ചെന്നാൽ തന്നെ അറിയാം, അവരുടെ കിച്ചണും ടോയ്ലറ്റും കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഹൈജീൻ എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് യൂറോപ്യൻസ് പണ്ട് തൊട്ടുള്ള കാലങ്ങളിൽ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ അവർ കറക്റ്റായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം ഇതൊക്കെ. അതുപോലെ വെടിയിറച്ചി കൊണ്ടുവരുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്. ഒരു മാനിനെ കെട്ടിത്തൂക്കിയിട്ട് കൊണ്ടുവരുന്നൊരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ സ്കോട്ടിഷ് സാമൺ,
ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടറിന് സ്കേഴ്സിറ്റി ഉണ്ട്, ഇന്നത്തെ പോലെ അല്ല. അപ്പോൾ ആളുകൾ ഒരുപാട് എയിൽ കുടിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ബിയർ പോലെ തന്നെ മോൾട്ടഡ് ബാർലി ഇതുപോലെ ബാരലിൽ ആക്കി ഒരുപാട് എയിൽ ഇവർ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് അത് ഇവർ ശരിക്കും കുടിക്കുമായിരുന്നു, ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കിട്ടാനായിട്ട്. ഹ്യൂജ് എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ബ്രെഡും എയിലും ഇവർ പ്ലെന്റി ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു. കാസിലിന്റെ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും വളരെ മനോഹരമായ വ്യൂ ആണ് പിന്നെയും നമുക്ക് കിട്ടുന്നത്. അവിടെ ഗാർഡ് റൂം ഉണ്ട്, അതുപോലെ തന്നെ മിലിറ്ററി റൂമുണ്ട്, മിലിറ്ററി പണിഷ്മെന്റ് റൂമുണ്ട്, സെൽസ് ഉണ്ട്. അപ്പം പണ്ട് എങ്ങനെയാണ് പണിഷ്മെന്റ് കൊടുത്തിട്ടിരുന്നതെന്നൊക്കെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ മാരകമായ പണിഷ്മെന്റ് ആയിരുന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ മിലിറ്ററി സെല്ലിന്റെ ഡോറൊക്കെ ഞാനും ചെക്ക് ചെയ്ത് നോക്കി. ആ സൗണ്ട് ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സ്റ്റെർലിങ്ങിന്റെ ഒരു അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ സെമിട്രി, അതിന്റെ ക്ലോസ് വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ആ കാണുന്നതാണ് റിവർ ഫോർത്ത്. ഇനി നമുക്കൊരു ടാപ്പസ്ട്രി എക്സിബിഷൻ കാണാം. നിങ്ങൾ ബായു ടാപ്പസ്ട്രി ഫ്രാൻസിലുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ ഇവിടെ ഒരു നല്ല ടാപ്പസ്ട്രി എക്സിബിഷൻ ഉണ്ട്. വളരെ ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഏൻഷ്യൻ ടൈമിലുള്ള ആളുകളുടെ ടാലൻസും സ്കില്ലും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനിയും പാലസ് കാണാനായിട്ട് പോവാം. പിന്നെ നമുക്ക് കിങ്സ് പാലസ് കാണാം. പഴയ 15th സെഞ്ചുറിയിലെ എല്ലാ മോണുമെന്റ്സും സ്റ്റാച്യൂസും അവർ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. യൂറോപ്യൻസിന്റെ കൾച്ചറിലുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് അവർ ഏൻഷ്യന്റ് കാര്യങ്ങൾ അതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കുക. എന്ത് വില കൊടുത്തും അവർ പഴയ കാര്യങ്ങൾ നിലനിർത്തിയിരിക്കും. അതിൻ്റെ ഒരു ഭംഗി ഒരിക്കലും അവർ വിട്ടുകൊടുക്കുകയില്ല. കിങ് പാലസിന്റെ അകം വളരെ മനോഹരമാണ്. കിങ്ങിന്റെ പ്രസൻസ് ചേംബർ ആണ് ഈ കാണുന്നത്. പ്രസൻസ് ചേംബറിന്റെയും മിക്ക ബെഡ്റൂംസിന്റെയും സീലിംഗ് ചെയ്തിരിക്കുന്നത് സ്റ്റെർലിംഗ് ഹെഡ് കൊണ്ടാണ്. വളരെ മനോഹരമായ ഒരു വ്യത്യസ്തമായ സീലിംഗ് ആണ് ഈ പാലസിന്റെ അകം. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ക്വീൻ ബെഡ് ചേംബർ ആണ് കാണുന്നത്. മേരി ക്വീൻ ഓഫ് സ്കോട്ടിന്റെ ബെഡ് ചേംബർ ആയിരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കിങ്സ് ബെഡ് ചേംബർ ആണ്. തൊട്ടപ്പുറത്തെ റൂമാണത്, കിങ്സിൻ്റെ ബെഡ് ചേംബർ. അതൊക്കെ അവർ പഴയ സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. മുഴുവൻ റോയൽ കോട്ട് ഓഫ് ആംസ് ഒക്കെ അതുപോലെ തന്നെ അവിടെ കാണാം. പിന്നീട് നമ്മൾക്ക് കാണാനുള്ള ഒരു റെജിമെൻ്റൽ മ്യൂസിയമാണ്. സൗത്ത് ആഫ്രിക്കൻ വാറിലും വേൾഡ് വാറിലും അഫ്ഗാനിസ്ഥാൻ വാറിലും ഒക്കെ പങ്കെടുത്ത സ്കോട്ടിഷ് ഹൈലാൻഡിൽ നിന്നുള്ള ആർമി ഓഫീസേഴ്സിൻ്റെ ഒരു റെജിമെൻ്റൽ മ്യൂസിയമാണിത്. നല്ല രസമാണ് ഇതിൻ്റെ അകം കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വിസിറ്റിന് വന്ന കുറേ ആളുകളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ വാറിലൊക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ കൊച്ചുമക്കളെയും മക്കളെയും ഒക്കെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. 2008 അഫ്ഗാനിസ്ഥാനിൽ നടന്ന യുദ്ധത്തിൽ RPG വീണ് ഡാമേജായ ഒരു MK6A ഹെൽമെറ്റ് ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ആ സംഭവം. ഇതൊക്കെ വളരെ കൗതുകമുണർത്തുന്ന കാര്യങ്ങളായിരുന്നു കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഫീമെയിൽ സോൾജിയേഴ്സിൻ്റെ യൂണിഫോം ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം വെടിയും പുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് റൈഫിൾ ക്ലബ്ബാണ് ഓർമ്മ വന്നത്. പല ടൈപ്പിൽ, പല സ്റ്റൈലിൽ, പല സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണാനും പറയാനും ഒക്കെ വളരെ ഒരു ത്രില്ല് തന്നെയാണ്. എന്നാൽ ബാറ്റിൽ ഫീൽഡിൽ പോയി നമുക്ക് ഇഞ്ചുറി ആയി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാനായിട്ടൊരു ഹ്യൂമൻ ബോഡി ഇവരിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടോളുക. അതുപോലെ തന്നെ നമുക്ക് അംഗവൈകല്യമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ഒരവസ്ഥ അതുമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2010 അഫ്ഗാനിസ്ഥാൻ വാറിൽ യൂസ് ചെയ്ത ഒരു കോമ്പാക്ട് ഹെൽമെറ്റ് ഉണ്ട്. ഇതിനൊരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് ഐവെയർ ഗ്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലിനൻ സ്കാർഫും ഉണ്ട്. അത് കറക്റ്റ് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. യുദ്ധത്തിൽ പങ്കെടുത്ത് ടയർഡായി നേരെ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോയി. സ്കോട്ട്ലൻഡാണ്, മുഴുവൻ സ്കോച്ച് വിസ്കിയാണ് ഇരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ബോട്ടിൽ ഹോൾഡർ ഇന്നിവിടെ കണ്ടു. നൈറ്റ്സ് ബോട്ടിൽ ഹോൾഡർ, നല്ല ഭംഗിയുണ്ട്. 26 പൗണ്ടാണ് വില. ഫൈനലി നമുക്ക് കാസലിന്റെ ഗ്രേറ്റ് ഹോൾ കാണാം. ഇതും കിങ് ജെയിംസ് IV റെയിനിലാണ് ബിൽറ്റ് ചെയ്തത്. ഇത് സ്റ്റുവർട്ട് മോണാക്സിൻ്റെ പ്രൈവറ്റ് ഫങ്ഷൻസിനും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഫങ്ഷൻസിനും ഒക്കെയാണ് ഈ ഗ്രേറ്റ് ഹോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 15th സെഞ്ചുറിയിലെ ഒരു പോപ്പുലർ ഹോള് തന്നെയാണ്. ഈ ഗ്രേറ്റ് ഹോളിൻ്റെ സീലിംഗ് ഒരു പ്രത്യേകതരം സീലിംഗ് ആണ്. കംപ്ലീറ്റ് വുഡൻ പാനൽസ് ആണ് എൻ്റയർ ഹോളിൻ്റെ സീലിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കാസലിൻ്റെ മെയിൻ ഭാഗങ്ങൾക്ക് ഒരു ഗോൾഡൻ അപ്പിയറൻസ് ആണ്. അപ്പോൾ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത്. പ്രത്യേകിച്ചും ഏരിയൽ വ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഒരു വലിയ ഗോൾഡൻ പാലസ് കണക്ക് തോന്നും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ QR കോഡും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡിലെ വിശേഷങ്ങളടങ്ങിയ ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അപ്പോൾ പുതിയ യൂട്യൂബ് വീഡിയോസ് സമയം കിട്ടുന്ന പോലെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.